ആകാശം ശബ്ദം ചെവി, വായു സ്പർശം ത്വക്ക്, അഗ്നി കാഴ്ച കണ്ണ്, ജലം രസം നാവ്, ഭൂമി ഗന്ധം മൂക്ക്. പഞ്ചഭൂതങ്ങളെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഒരു മനുഷ്യൻ അറിയുന്നുവെങ്കിൽ ഈ പഞ്ചഭൂതങ്ങളും പഞ്ചരസങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും സംഗമിക്കുന്ന ഒരു കേന്ദ്രമുണ്ട് ഈ ഭൂമിയിൽ. അതെവിടെയാ? ക്ഷേത്രം. ക്ഷേത്രത്തിൽ മാത്രം. രാവിലെ നിങ്ങൾ 5:30 മണിക്ക് ക്ഷേത്രത്തിൽ വന്നു, ശ്രീകോവിൽ തുറക്കുന്ന ശബ്ദം കേട്ട് കണ്ണു തുറന്നു നോക്കുമ്പോൾ നിറമുള്ള പുഷ്പങ്ങൾക്കിടയിൽ നിലവിളക്കിന്റെ പ്രകാശത്തിൽ അതാ മഹാദേവൻ ജ്വലിച്ചു നിൽക്കുന്നു. കണ്ണിന് നല്ല കാഴ്ചയാണോ? ഏറ്റവും നല്ല കാഴ്ച. ആ ലൈറ്റിലേക്ക് നോക്കാൻ കഴിയുന്നില്ല, പക്ഷെ ഈ നിലവിളക്കിന്റെ പ്രകാശത്തിലേക്ക് എത്ര മണിക്കൂർ നോക്കി നിൽക്കാൻ പറ്റും? എത്ര മണിക്കൂർ? നിലവിളക്കിന്റെ പ്രകാശം കണ്ണുകളെ ആക്ടിവേറ്റ് ചെയ്യുന്നു. ഏറ്റവും നല്ല കാഴ്ച കിട്ടി. മണിയുടെ മുഴക്കം, മന്ത്രത്തിന്റെ ഉച്ചാരണം, ഇടക്കയുടെ നാദം, ചെവിക്ക് ഏറ്റവും നല്ല കേൾവി കിട്ടി. നെയ്യും എള്ളും നാളീകേരവും ഗണപതി ഹോമത്തിൽ അഗ്നിക്ക് കൊടുക്കുമ്പോൾ പൈറസീൻ എന്ന വാതകം പുറത്തേക്ക് വരുന്നു. നമ്മളെ ഹിന്ദുക്കളെ കുറിച്ചുള്ള ഒരു ആരോപണം ഇതാ. 1 ലിറ്റർ നെയ്യുടെ വില എത്രയാ? നിങ്ങൾ ഹിന്ദുക്കൾ കൊണ്ടുപോയിട്ട് ഇത് നെയ്യ് എന്തിനാണ് തീയിലൊഴിക്കുന്നത്? എന്തെടുക്കാമെന്ന് മാത്രമേ ഇവനൊക്കെ പഠിച്ചിട്ടുള്ളൂ. എന്ത് കൊടുക്കാമെന്ന് ചിന്തിച്ചവരാണ് നമ്മൾ ഹിന്ദുക്കൾ. പ്രകൃതിയിൽ നിന്നല്ല ഇങ്ങോട്ട് എടുക്കുക, ഒന്നും അങ്ങോട്ട് കൊടുക്കില്ല. രാവിലെ എഴുന്നേറ്റ് കൈവെള്ളയെ തൊട്ട് ഭൂമിയെ തൊട്ട് വന്ദിക്കുന്ന ഹിന്ദു ഒരു ശ്ലോകം ചൊല്ലാറില്ലേ? എന്താ ശ്ലോകം? കരാഗ്രേ ക്ഷമിക്കണം സമുദ്രവസനേ ദേവി പർവ്വതസ്ഥനമണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ. രാവിലെ എഴുന്നേറ്റ് ഭൂമിയെ തൊട്ട് വന്ദിച്ച് ഭൂമിയോട് മാപ്പ് പറയുന്ന ഹിന്ദു പറയുകയാണ്, സമുദ്രത്തെ വസ്ത്രമാക്കിയവളെ, പർവ്വതങ്ങളെ സ്ഥനമായി ധരിച്ചവളെ, വിഷ്ണുവിന്റെ പത്നിയായ ഭൂമി ദേവി, നിനക്കെന്റെ നമസ്കാരം. അമ്മേ, ഭൂമിയിൽ ചവിട്ടാതെ ജീവിക്കാൻ എനിക്ക് സാധ്യമല്ല, അതുകൊണ്ട് പാദസ്പർശം ക്ഷമസ്വമേ, എന്റെ പാദസ്പർശം ക്ഷമിക്കൂ. ഭാരത മാതാവ് എന്ന് പറഞ്ഞപ്പോ ചില ആളുകൾക്ക് എന്തൊരു ബുദ്ധിമുട്ടാ. നമ്മൾ ഭൂമിയെ അമ്മയായി കണ്ടു. മാതാ ഭൂമി പുത്രോഹം പൃഥിവ്യ, ഞാൻ ജനിച്ചത് ജീവിക്കുന്നത് മരിച്ചാൽ ചേരുന്നത് ഈ മണ്ണിലായതുകൊണ്ട് ഈ മണ്ണ് മഞ്ഞും മലയും മരുഭൂമിയും നിറഞ്ഞ വെറും ഒരു കരയല്ല നമുക്ക്, ഇതെന്റെ അമ്മയാണ്.